പരമാവധി കുടുംബമാകുമ്പോൾ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ പറഞ്ഞു കൊടുക്കണം, സിനിമ കാണുന്നത് പോലെയല്ല, എന്നെ പോലെ ഇവിടെ പണവും കൊട്ടാരമൊന്നുമില്ല മോനെ. മോളോട് പറഞ്ഞു കൊടുക്കണം, നിന്നെ കെട്ടിക്കൊണ്ടു പോകുന്ന നിന്റെ മരുമകൻ, മോളെ നിന്റെ ഭർത്താവിന് കൊട്ടാരമില്ല, നീ ഇവിടെ കുഴിമന്തിയും മഹദിയും നെഹദിയും ഷവായിയും അൽഫഹും തിന്നോണ്ട് നടന്നതാ. ചിലപ്പോ അവിടെ കഞ്ഞിയും പയറും ആയിരിക്കും മോളെ. ഇവിടെ നീ AC റൂമിനകത്ത് കടന്നതായിരിക്കും, അവിടെ ചിലപ്പോ ഫാനേ കാണത്തുള്ളൂ മോളെ. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ജീവിതമെന്ന് പറഞ്ഞാൽ അതാ എന്ന് പറഞ്ഞു മക്കൾക്ക് ഉപദേശം കൊടുക്കണം. പാപ്പ ഉമ്മയെന്ന് പറഞ്ഞാൽ ഉപദേശിക്കണം. അതെങ്ങനെ ഉമ്മ അർശിന്റെ മുകളിലാ നിൽക്കുക, താഴോട്ടൊന്നും ഇറങ്ങൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയുമ്പോ എല്ലാം പറയണം. ചില ഭർത്താവിന്റെ ഉമ്മമാരെന്ന് പറഞ്ഞാ വല്ലാത്തതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ചില ഭർത്താവിന്റെ ഉമ്മയ്ക്ക് ഇവിടെ എന്താ പറയാ, അമ്മായിയമ്മയെന്നല്ലേ പറയാ. ചില അമ്മായിയമ്മ ചിലതിനെ പറയാതെ ദൈവാണോടാ റാഫി, നീ എന്നെ കൊടുക്കൂ, എന്നെ കാണുമ്പോഴേ എനിക്ക് പേടിയാ, ദൈവം എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ. കാരണം ഇവരുടെ പേര് പറഞ്ഞ അകത്താ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആകെ ഇതൊക്കെ ഉള്ളൂടോ, വേറൊന്നുമില്ല. ലൈവ് കൊണ്ട് ഇപ്പൊ ആകെ കട്ട് ചെയ്യാൻ മാത്രമേ ഗുണമുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചില പെണ്ണുങ്ങള് ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചുപോയതായിരിക്കും. പക്ഷെ മകളും മരുമകളും അല്ലെങ്കിൽ മകനും മരുമകളും കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോ ചിലതിന് സഹിക്കില്ല. അങ്ങനെ ഉണ്ട് കേട്ടാ. ചിലതങ്ങനെ തന്റെ മകനും മകളും കൂടെ ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോ അസൂയ. അപ്പൊ അങ്ങനെ ചിലതുണ്ട്. എല്ലാരും അങ്ങനൊന്നും അല്ലാട്ടാ. അള്ളാഹു നമ്മുടെ അമ്മായി അമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ.